ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ ജോക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത് വേറെ എവിടേക്കുമല്ല, അവൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ്, മുംബൈ റെസ്റ്റോറൻറ്റ്. ഖത്തറിലെ മുംബൈ റെസ്റ്റോറൻറ്റിലെ ചെന്നൈ ബിരിയാണിയാണ് ജോക്കിൻ്റെ ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത് കേട്ടോ. സ്വത്തിൻ്റെ ഫ്രണ്ട് രഞ്ജിത്തേട്ടൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ രഞ്ജിത്തേട്ടൻ നാട്ടിൽ പോവാണ്. അപ്പോൾ ആൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം രഞ്ജിത്തേട്ടനെ പോയി റൂമിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനാണ് വന്നത്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഷോപ്പിങ്ങിന് കയറിയാൽ അറിയാമല്ലോ എത്ര സമയം എടുക്കുന്നു ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഇതേ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യണം. എൻ്റെയും സ്വത്തിൻ്റെയും ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുമിച്ചായിരിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും ഒരുമിച്ചുണ്ടായാൽ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെയാണ്. അതുകൊണ്ട് എവിടെ പോകുമ്പോഴും സ്വത്ത് എന്നെ കൂടെ കൂട്ടാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ സ്വത്തിനെയും കൊണ്ടേ പോകാറുള്ളൂ. മുംബൈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ചെന്നൈ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ജോക്കിന് വേറെ എവിടെ ഫുഡ് കഴിച്ചാലില്ല. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ജോക്ക് അറിയണത് ഇവിടേക്കാണ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അത് കാരണം ജോക്ക് ഭയങ്കര സർപ്രൈസായി, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ജോക്കിന് സർപ്രൈസ് കൊടുത്ത കാരണം മാളുട്ടിയുടെ ഡിമാൻഡ് അപ്പോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് മേക്കപ്പ് സെറ്റ് വേണം എന്നുള്ളതാണ് മാളുട്ടിയുടെ ആവശ്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ മാൾട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പിയും രഞ്ജിത്തേണ്ണും ജോക്കും ഒക്കെ പറഞ്ഞു മേക്കപ്പ് സെറ്റ് അത്ര നല്ലതല്ല, നമുക്ക് അത് വാങ്ങണ്ട, കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാൾട്ടി പറഞ്ഞത് അന്ന് നല്ല ബ്രാൻഡിൻ്റെ മേടിച്ചാൽ മതി, അപ്പോൾ നല്ല കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവളുടേതായ രീതിയിൽ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് അപ്പേനെ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതേ ഫുഡ് വന്നു കേട്ടോ. ഞങ്ങൾ എക്സ്ട്രാ ഒരു ചിക്കൻ്റെ ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോക്കൂനും മൾട്ടിക്കും കൂടി ഒറ്റ ബിരിയാണി മേടിച്ചുള്ളൂ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് വലിയവർക്ക് തന്നെ ചിലപ്പോൾ അത് കഴിച്ച് തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ജോക്കൂനും മൾട്ടിക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി ഒന്നേ മേടിച്ചുള്ളൂ. അപ്പോൾ അതേപോലെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ചെന്നൈ ബിരിയാണി. ഞാനും ഖത്തറിൽ വന്നിട്ടാണ് ഈ ചെന്നൈ ബിരിയാണി കഴിക്കുന്നത്. പക്ഷേ കഴിച്ചപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ക്വാണ്ടിറ്റി എന്തോ കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഖത്തറിലുള്ളവർക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് ചെന്നൈ ബിരിയാണി. പക്ഷേ മുംബൈ റെസ്റ്റോറൻറ്റിലെ ചെന്നൈ ബിരിയാണി തന്നെ കഴിക്കണം. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാ തവണത്തെയും പോലെ ഏറ്റവും ഫസ്റ്റ് ഫുഡ് കഴിച്ച് കഴിയുന്നതും ജോക്കുൻ്റെയും ഏറ്റവും ലാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിയുന്നത് മാളൂട്ടിയുടെയാണ്. ഫുഡ് കഴിക്കാനായിട്ട് മാളൂട്ടി ഭയങ്കര സ്ലോ ആണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ജോക്ക് അടുത്ത ആവശ്യമായിട്ട് അപ്പേരെ അടുത്ത് എത്തിയിട്ട് അവന് പാർക്കിൽ പോകണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പേരെ അടുത്ത് നിന്ന് പറയായിരുന്നു. പാർക്കിൽ വേറൊരു ദിവസം കൊണ്ടുപോകാമെന്ന് അങ്ങനെ അപ്പം പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിങ്ങിനാണ് വന്നത്. ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അടുക്കാത്തൊരു കാര്യമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ എത്ര ഷോപ്പിങ്ങിന് പോയാലും നമുക്ക് സന്തോഷമുള്ളൂ. ഒന്നും വാങ്ങണം എന്നൊന്നുമില്ല, അവിടെയുള്ള സാധനങ്ങൾ തൊട്ടും പിടിച്ചൊക്കെ നോക്കുക, റേറ്റ് നോക്കുക, അതൊക്കെ ചെയ്താൽ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ രഞ്ജിത്താണ് സ്വത്തും കൂടി ഷോപ്പിംഗ് ചെയ്യുന്നതിനിടയിൽ ജോക്കും മാളുട്ടി അവിടെ പതിവ് പോലെ കളി തുടങ്ങി. ഷോപ്പിംഗ് മാളിൽ വന്നു കഴിഞ്ഞാൽ ജോക്കുൻ്റെയും മാളുവിൻ്റെയും മെയിൻ ഹോബി എന്ന് പറയുന്നത് അവിടെ മുഴുവൻ ഓടിക്കളിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഞാനും അവിടെയുള്ള ഓരോന്ന് തൊട്ടും പിടിച്ചും അതിൻ്റെ റേറ്റൊക്കെ നോക്കിയും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുട്ടികളുടെ ബാഗിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റൊക്കെ നോക്കി, അതൊക്കെ ഒന്ന് പിടിച്ച് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കി. അങ്ങനെയാണ്. പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഷോപ്പിംഗ് മാളിൽ വന്നാൽ നമുക്കറിയാലോ ഇഷ്ടം പോലെ ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ നോക്കുക എന്നുള്ള പറയുന്നത് തന്നെ നമ്മുടെ കണ്ണിനൊരു കുളിർമയാണ്, എന്താ പറയുക, ഒരു സന്തോഷമാണ്. പറ്റിയത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ മേടിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവിടെ മൊത്തത്തിലൊന്ന് ഞങ്ങൾ ചുറ്റിക്കറങ്ങി. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ സ്ഥിരം വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ പ്രൈസും അതിൻ്റെ വേരിയേഷൻസും ഒക്കെ സ്വത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എവിടെ പോയാലും ജോക്കുനും മാൾട്ടിക്ക് എന്തായാലും ചോക്ലേറ്റ് മസ്റ്റാണ്. അപ്പോൾ ഞങ്ങളത് അത്രയും എൻകറേജ് ചെയ്യാറില്ല. പക്ഷെ അവർ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഓരോ ഐറ്റംസൊക്കെ നമുക്ക് കാണിച്ചു തരും. രഞ്ജിത്തേട്ടൻ പിന്നെ ഇവർക്ക് 2-3 ടൈപ്പ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. എപ്പോൾ കാണുമ്പോഴും രഞ്ജിത്തേട്ടൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. രഞ്ജിത്തേട്ടൻ പിന്നെ ജോക്കുവിൻ്റെ ഒപ്പം അവൻ്റെ എല്ലാ കാര്യത്തിലും കൂട്ടുവെക്കും. അവൻ്റെ ഓരോ അറിവുകളും പിന്നെ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ മിണ്ടാതെ കേട്ട് അവനനുസരിച്ച് അവൻ്റെ താളത്തിന് നിൽക്കും. അത് കാരണം രഞ്ജിത്തേട്ടനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഏരിയയും ഒരുവിധം കവർ ചെയ്ത് അവസാനം നമ്മളത് ഫിഷിൻ്റെ ഏരിയയിലെത്തി. ഫിഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഫിഷുകളൊക്കെ നോക്കി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നു. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കണ്ടപ്പോൾ അത് 1-2 ഐറ്റം മേടിച്ചു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് ഏരിയയിലെത്തി ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് രഞ്ജിത്തേനെ റൂമിലാക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്.
അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഉപ്പ് സോഡ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ജ്യൂസ് ഷോപ്പിൻ്റെ മുന്നിലെത്തി മേടിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. അത്രയും പുളിയായിരുന്നു. ഇവിടെ ഒരുപാട് ഷോപ്പുകളിൽ ഞാൻ ഉപ്പ് സോഡ ട്രൈ ചെയ്തിട്ട് ഒന്നും എനിക്ക് അത്രയും നാട്ടിലെ ആ ടേസ്റ്റിൽ കിട്ടിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഉപ്പ് സോഡ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് വഴി അറിയിച്ചോളും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.